ചൂരൽമല ഫണ്ട് തട്ടിപ്പിന് പിന്നാലെ യൂത്ത് കോൺഗ്രസിനെതിരെ ഗുരുതര ആരോപണവുമായി മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് NS നുസൂർ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിനായി നടത്തിയ പണപ്പിരിവിലും അഴിമതി. തിരുവനന്തപുരത്ത് വസ്തു വാങ്ങിയതല്ലാതെ കെട്ടിടം നിർമ്മിച്ചില്ല. ഷാഫി പറമ്പിൽ പലതവണ പണപ്പിരിവ് നടത്തി. പണം എവിടെ പോയെന്ന് നേതാക്കൾ മറുപടി പറയണമെന്നും നുസൂർ പറഞ്ഞു. ഡീൻ കുര്യാക്കോസ് സംസ്ഥാന അധ്യക്ഷനായിരുന്ന കാലത്താണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിനായി തിരുവനന്തപുരത്ത് ദേവസ്വം ബോർഡ് ജംഗ്ഷനിൽ വസ്തു വാങ്ങിയത്. പക്ഷേ ഷാഫി പറമ്പിൽ എത്തിയതോടെ കഥ മാറി. ഷാഫി പറമ്പിൽ പലതവണ പണപ്പിരിവ് നടത്തി. കെട്ടിടം നിർമ്മിച്ചില്ല. പിരിച്ച പണം എവിടെ പോയെന്ന് നേതാക്കൾ വ്യക്തമാക്കണമെന്ന് നുസൂർ പറഞ്ഞു. എന്നാൽ സംസ്ഥാന അധ്യക്ഷനായി ഷാഫി വന്നതിന് ശേഷം, ഷാഫി പറമ്പിൽ വന്നതിന് ശേഷം, ഞാൻ ഉപാധ്യക്ഷൻ ആയതിനു ശേഷം കുറേയധികം പിരിവുകൾ, ഫണ്ട് കളക്ഷൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ പേരിൽ നടന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അറിയാലോ, ഈ ഫണ്ട് കളക്ഷൻ എന്നൊക്കെ പറയുന്നത് പ്രസിഡൻഷ്യൽ ഓറിയന്റഡ് ആയിട്ടുള്ള പാർട്ടിയാണ്. അത് പ്രസിഡന്റിൽ മാത്രം നിക്ഷിപ്തമായി പോകുന്നതാണ്. ആ ഫണ്ട് കളക്ഷൻ നടന്നു. അതിൻ്റെ യഥാർത്ഥ വിവരം ഇതുവരെ സംസ്ഥാന കമ്മിറ്റിക്കകത്ത് വയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആ ഫണ്ടിനെ പറ്റി യാതൊരു വിവരവുമില്ല. സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നിർമ്മാണവും നടന്നിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും അത് കഴിഞ്ഞുള്ള സംസ്ഥാന കമ്മിറ്റി വന്നു. ആ സംസ്ഥാന കമ്മിറ്റിയും ഇതേ നിലപാട് തന്നെ സ്വീകരിച്ചു. ഫണ്ട് കളക്ഷൻ നടത്തി, പല പേര് പറഞ്ഞ് ഫണ്ട് കളക്ഷൻ നടത്തി. എന്നാൽ ഇതുവരെ ആ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് വന്നിട്ടില്ല. ഈ പണം കണ്ടെത്തുവാൻ വേണ്ടി ഫണ്ട് കളക്ഷൻ നടത്തുന്ന ആളുകൾ, യൂത്ത് കോൺഗ്രസിൻ്റെ സാധാരണപ്പെട്ട പ്രവർത്തകർ, അവർ തെരുവോരങ്ങളിൽ, കടകളിൽ തെണ്ടിപ്പിറക്കി എടുത്തു കൊണ്ടുവരുന്ന നാണയത്തുട്ടുകൾ വെച്ചുകൊണ്ടാണ്, വീടുകൾ കയറിയിറങ്ങി കൈനീട്ടി സ്വീകരിക്കുന്ന പൈസ കൊണ്ടാണ് ഈ ഫണ്ട് ശേഖരണം നടത്തിയിട്ടുള്ളത്. ഇതിനെപ്പറ്റി KPCC നേതൃത്വം വളരെ ഗൗരവമായി, സഗൗരവം ഈ വിഷയം അന്വേഷിക്കണം. ഇത് വലിയൊരു തുകയുടെ അഴിമതി അതിനകത്ത് നടന്നിട്ടുണ്ട്. ചൂരൽമല ദുരന്തത്തിലെ പുനരധിവാസ പിരിവിലും നേതാക്കൾ കണക്ക് വ്യക്തമാക്കണമെന്നും NS നുസൂർ പറഞ്ഞു. 2.5 ലക്ഷം രൂപ വെച്ച് കളക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും കുറേയധികം അസംബ്ലി കമ്മിറ്റികൾ അത് നൽകുകയും ചെയ്തു. എങ്ങനെ നോക്കിയാലും 2 കോടി രൂപയിലധികം പണം പിരിച്ചിട്ടുണ്ടാകാം, എൻ്റെ ഒരു കണക്കനുസരിച്ച്, എൻ്റെ ഒരു വിവരമനുസരിച്ച്. പക്ഷേ ആ പൈസയിൽ 1 കോടി രൂപയുടെ കണക്ക് മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. അതും എത്രത്തോളം വ്യക്തതയുണ്ടെന്ന് എനിക്കറിയില്ല. അത് KPCC നേതൃത്വത്തിന് കൈമാറും എന്നാണ് അറിയിച്ചത്. അത് KPCC നേതൃത്വം കൈപ്പറ്റിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ വ്യക്തമായ വിവരങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വിഷയങ്ങളിൽ ഒന്നാണ് ഈ വിഷയം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിവുള്ളതുകൊണ്ട്, അതിൽ ഫണ്ട് കളക്ഷന് നേതൃത്വം നൽകിയ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ, വിവിധ മണ്ഡലങ്ങളിലുള്ള മണ്ഡലം പ്രസിഡന്റുമാർ, ബ്ലോക്ക് പ്രസിഡന്റുമാർ, അവർ പ്രതികളാകരുത് എന്നുള്ളതുകൊണ്ട്, അവരുടെ മേൽ ആളുകൾ കുറ്റമാരോപിക്കരുത് എന്നുള്ളതുകൊണ്ട് അതിനെപ്പറ്റി വിശദമായ അന്വേഷണം KPCC നേതൃത്വം നടത്തണം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.